ഇത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ഒരു നായയാണ്. ഇത് വന്നിട്ട് ലോങ് ഹെയറിലുള്ള ഒരു നായയാണ്. ഇവൻ്റെ പേര് വില്ലി എന്നാണ്. ഇത് ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണിത്. ഇവനിപ്പോൾ 2.5 വയസ്സായി. ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ഡോഗാണ്. നേരത്തെ കാലങ്ങളിൽ പോലീസിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. എനിക്ക് 10-12 നായകളുണ്ട്. എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവനെയാണ്. എല്ലാ ബ്രീഡും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ജർമ്മൻ ഷെപ്പേർഡാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം. നല്ല സ്നേഹമുള്ളൊരു ബ്രീഡാണ്. വീട്ടുകാരുമായിട്ടും വലിയ പ്രശ്നങ്ങളില്ല, കുട്ടികളായിട്ടും വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ മെയിൻ്റനൻസ് കുറച്ച് പാടാണ്, പക്ഷേ നമുക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതിൽ ഷോർട്ട് ഹെയർ ഡോഗ്സ് വരുമ്പോൾ കുറച്ചും കൂടെ മെയിൻ്റെനൻസ് എളുപ്പമാണ് ലോങ് ഹെയറിനെക്കാട്ടി. ലോങ് കോട്ട് ഡോഗ്സാണ് ആൾക്കാർക്ക് താല്പര്യം, പക്ഷേ ഷോർട്ട് കോട്ടാണ് മെയിൻ്റെനൻസ് എളുപ്പം. കോംബ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടാൽ, അല്ലെങ്കിൽ ജട പിടിച്ച് ചിലയിടത്ത് കണ്ടിട്ടില്ല, ഇങ്ങനെ കട്ടയായിട്ട് വന്നിട്ട് സ്കിൻ ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം വരും. ഇവർക്ക് എപ്പോഴും തണുത്ത ക്ലൈമറ്റിലാണെങ്കിൽ ഹെയർ ലോസ് ഒക്കെ കുറവായിരിക്കും, മെയിൻ്റെനൻസും കുറവായിരിക്കും. പിന്നെ ഈ ചൂട് കൂടുന്ന സമയത്താണ് കൂടുതലും ഷെഡിങ് വരുന്നത്. നമ്മളവിടെ ഫാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് നനയ്ക്കും, ബോഡി ഒന്ന് നനച്ച് പിന്നെ ഫാൻ ഇട്ട് വൈകുന്നേരം ഒന്ന് കോംബ് ചെയ്ത് വൃത്തിയാക്കി അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ്. ഇതിൽ ഞാനൊരു ഫെൻസിങ് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു 30 അടി നീളത്തിന് ഒരു ഫെൻസിങ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ഡോഗ്സിനായിട്ട് നമുക്ക് സ്ഥല പരിമിതി ഉള്ളതുകൊണ്ട് ഓരോ ഡോഗ്സിനായിട്ട് ആ ഫെൻസിങ്ങിലോട്ട് തുറന്നുവിടാനാണ് പതിവ്. അപ്പോൾ അവരെ അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എക്സസൈസ് ആയിക്കോളും. പിന്നെ അല്ലാതെ നമ്മൾ ഷോയ്ക്ക് കൊണ്ടുപോകുന്ന ഡോഗിനെ അല്ലാതെ വർക്കൗട്ട് കൊടുക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ ഷോയ്ക്കൊക്കെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമാവുള്ളൂ. അതിനു മുമ്പേ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ സമയം തൊട്ടേ ജർമ്മൻ ഷെപ്പേർഡ് വളർത്തുന്നുണ്ട് വീട്ടിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഡോഗ്സൊക്കെ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കുറവാണ്. ഈ ഇമ്പോർട്ട് ലൈൻസിനാണ് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ പറഞ്ഞത്, ഈ ബ്ലാക്ക് കൂടിയത്. ഇതേപോലത്തെ കോട്ടിങ്ങുള്ള ഡോഗ്സും ഈ കളറുള്ള ഡോഗ്സിനാണ് ആൾക്കാർ ഇപ്പോൾ കൂടുതലായിട്ടും വിളിക്കുന്നത്. സാധാരണ നമ്മൾ ഡോബർമാനൊക്കെ ചെവി ക്രോപ്പ് ചെയ്താലേ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ജർമ്മൻ ഷെപ്പേർഡ് ഓൾറെഡി ഒരു 90 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പപ്പി സ്റ്റേജിലും മടങ്ങി കിടക്കുള്ളൂ. ഒരു 90 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് തനിയെ തന്നെ ഇത് സ്ട്രൈറ്റ് ആയിക്കോളും. സാധാരണ ഒരു ജർമ്മൻ ഷെപ്പേർഡിന് ഒരു 36, 35, 40 മതി വെയിറ്റ്. ഹൈറ്റ് വരുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്ററിന് താഴെ മതി. ഹ്യൂജ് ഡോഗ് ആണെങ്കിൽ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് സ്പെഷ്യാലിറ്റി ഷോയ്ക്കൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. ഓൾ ബ്രീഡ് ഷോയ്ക്ക് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡോഗിൻ്റെ അനാട്ടമി നല്ലതായിരിക്കണം. പിന്നെ ബൈറ്റിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും വരാൻ പാടില്ല. പിന്നെ 2 ടെസ്റ്റിക്കിൾസ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഈ ഷോയിൻ്റെ നിബന്ധന. ടീത്തെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ ഡോഗിൻ്റെ അനാട്ടമി, ഡോഗ് ഹെൽത്തി ആണോ നോക്കും. ഇതിനെ കാണാൻ ഭംഗിക്ക് വേണ്ടി ബ്രീഡ് ചെയ്ത് നമ്മൾ ടോപ്പ് ലൈൻ ആക്കി. നേരത്തെ പണ്ടത്തെ ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ബോക്സ് ടൈപ്പാണ്, ടോപ്പ് ലൈൻ ഇല്ലാതെ ഒരു ബോക്സ് ടൈപ്പാണ്. പിന്നെ അതിനെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി ബ്രീഡ് ചെയ്ത് ഇനിയിപ്പോൾ ടോപ്പ് ലൈൻ ആക്കിയപ്പോഴത്തേക്ക് കുറച്ച് ജനിതകമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ കാരണം ഹൈൻഡിൻ്റെ ഈ ബോൾ സോക്കറ്റുകൾ അതിൽ നിന്ന് വിട്ടിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡോഗിനെ പപ്പിയിലെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അറിഞ്ഞൂടാതെ ഈ ടൈൽസിൽ വല്ല ഇട്ടാൽ ബാക്കി ബ്രീഡുകൾ പോലെയല്ല, ജർമ്മൻ ഷെപ്പേർഡ് പെട്ടെന്ന് കാല് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇതിന് കുറച്ച് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. ഇവരെ എപ്പോഴും ഫുള്ള് നമ്മൾ ഓപ്പൺ സ്പേസിൽ തുറന്നു വിട്ട് അങ്ങനെ നോക്കാം. അല്ലാതെ ഗ്രിപ്പില്ലാത്ത തറയിൽ ഇട്ടാൽ കാല് കംപ്ലൈൻ്റ് ആവും. നമുക്ക് 2 ടൈപ്പ് ട്രെയിനിങ് ഉണ്ടെന്ന് ഒബീഡിയൻസ് ഉണ്ട്. ഒബീഡിയൻസ് ഞാൻ ചെയ്യുന്നില്ല. ഒബീഡിയൻസ് വേറെ ഒരാൾ ചെയ്യണുണ്ട്. ഒബീഡിയൻസും ഉണ്ട്, ഷോർട്ട് ട്രെയിനിങ്ങും ഉണ്ട്. ഒബീഡിയൻസ് ആകുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായുള്ള കമാൻഡുകൾ ഈ ആൾക്കാർ വന്നാൽ ബാർക്ക് ചെയ്യും, അല്ല സ്റ്റോപ്പ് പറയുമ്പോഴത്തേക്ക് നിൽക്കണം. അങ്ങനെ ഓരോ നമ്മൾ കണ്ടിട്ടില്ലേ, സാധനം എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എടുത്തിട്ട് വരണം, സിറ്റ് ഡൗൺ, അറ്റാക്ക്, അങ്ങനത്തെ കുറേ കമൻറ്റുകൾ ചെയ്തിട്ടുള്ള അതാണ് ഈ ഒബീഡിയൻസ് ട്രെയിനിങ് പറഞ്ഞത്. മറ്റേ ഷോർട്ട് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പരിശീലനം, റിങ്ങിന് ചുറ്റും ഓടുക, അങ്ങനത്തെ സ്റ്റാക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ ഇങ്ങനെ സ്റ്റാക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെ പിടിച്ച് നേരെ നിർത്തിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിന് കൂടുതൽ പഠിക്കും. പിന്നെ ജഡ്ജ് വന്ന് നമ്മൾ ബൈറ്റൊക്കെ കാണിക്കാൻ നേരത്തെ അഗ്രസീവ് ഇല്ലാതെ മിണ്ടാതെ നിൽക്കണം. അഗ്രസീവ് ഡോഗ്സിനെയൊക്കെ റിങ്ങിൽ നിന്ന് പുറത്താക്കും. ഇതിൽ ഷോ പരിശീലനം കൊടുത്തിടുകയാണ്. ഇവൻ അനന്തപുരി കെന്നൽ ക്ലബിൻ്റെ ഷോയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിപ്പോൾ ഷോ വരാൻ പോകുന്നുണ്ട്, ഫെബ്രുവരിയിൽ മസ്റ്റ് വരാൻ പോകുന്നുണ്ട്. ഇനി നമ്മൾ ബ്രീഡിങ് തന്നെ നമ്മൾ പപ്പീനെ മാറ്റിയിട്ടിട്ടുണ്ട് ഷോയ്ക്ക് പർപ്പസിന് വേണ്ടി. ഒരു ബ്രീഡിങ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് പപ്പീനെ നമ്മൾ 2 സെലക്ട് ചെയ്തു.
മാറ്റിയിടും ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടി. എന്നിട്ട് ബാക്കിയുള്ള പപ്പീനെ നമ്മൾ സെയിൽ ചെയ്യും. ഞാൻ 2 വാക്സിനും എടുത്തിട്ടേ പപ്പീനെ കൊടുക്കാറുള്ളൂ. കൊണ്ടുപോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വാക്സിനേഷൻ എടുക്കാതെ കൊടുത്താൽ എന്തെങ്കിലും ഈ പാർവ പോലത്തെ അസുഖങ്ങൾ വരും. ജർമ്മൻ ഷെപ്പേർഡിന് എൻ്റെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത്. എൻ്റെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഞാൻ ഡ്രൈ ഫുഡ് കൊടുക്കും. ഡോഗിൻ്റെ ഡ്രൈ ഫുഡ് ഇല്ലേ, ബിസ്ക്കറ്റ്, അത് ഒരു നേരം കൊടുക്കും. പിന്നെ വൈകുന്നേരം ചിക്കനും ചോറും അല്ലെങ്കിൽ ബീഫും ചോറും കൊടുക്കും. പിന്നെ അതിനുള്ള മൾട്ടി വൈറ്റമിനും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ബ്രീഡർമാർക്കും ഓരോ വ്യത്യസ്തമായ മരുന്നുകളായിരിക്കും ഓരോരുത്തർ കൊടുക്കുന്നത്. ഞാൻ കൊടുക്കണമെന്ന് ഒരു 150 ഗ്രാം ഡ്രൈ ഫുഡ് രാവിലെ കൊടുക്കും. പിന്നെ റൈസും ചിക്കനും ഒരു 1 കിലോയ്ക്ക് മേളിൽ കൊടുക്കും. വെറ്റിനറി ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു പേവിഷബാധയുടെ ഒരു ആൻറ്റി റാബീസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മളെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് അതും ഇതിൻ്റെ ബൂസ്റ്ററായിട്ട് ഫസ്റ്റ് ഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് പപ്പി ജനിച്ച് ഒരു 45 ഡേയ്സ് ആകുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് വാക്സിനേഷൻ ടൈം എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് ഒരു വാക്സിൻ എടുക്കാൻ പറ്റും. പപ്പി DP എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട്. ആ വാക്സിന് ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 45 ഡേയ്സ് കഴിഞ്ഞാൽ ഡോക്ടർമാർ ഡേറ്റ് ഇട്ട് കൊടുക്കുകയോ ചിലപ്പോൾ ഒരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കഴിയുമ്പോഴായിരിക്കും നെക്സ്റ്റ് ഡോക്ടർ വാക്സിൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു ആൻറ്റി റാബീസിൻ്റെ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വാക്സിനേഷൻ എല്ലാം. എൻ്റെ ഇപ്പോൾ ഒരു 10 ഡോഗോളം ഉണ്ട്. എല്ലാം മെയിൽസാണ്. ഫീമെയിൽ 1-2 ഉണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അവിടെ നിർത്തിയാണ് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് പറഞ്ഞത്. ഇപ്പോൾ നോർമൽ ക്വാളിറ്റി വരുമ്പോൾ ഒരു 10 രൂപ 12 രൂപ ആ റേഞ്ചിൽ പപ്പി കിട്ടും. പിന്നെ ക്വാളിറ്റി മാറും തോറും വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. 15 രൂപയ്ക്കും 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ അങ്ങനെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് അത് ഓരോന്നിനും ഓരോ വിലയാണ്, മോഹ വിലയാണ്. മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു ഡോഗ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അത് പറയണക്കാട്ടും വില കൂടുതലായിരിക്കും. നമ്മളത് എടുക്കും, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡോഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ്. ഒരു ഡോഗെങ്കിലും വളർത്താതെ നമുക്ക് പറ്റില്ല. പിന്നെ മെയിൻലി ജർമ്മൻ ഷെപ്പേർഡ് അതൊരു പാഷനാണ്. കൈനഷ്ടം വന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പുതിയതായിട്ട് ഒരു ഡോഗ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഈ ഏത് ബ്രീഡാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രീഡിൻ്റെ കറക്റ്റ് ബ്രീഡർ കാണും. ആ ബ്രീഡറിൻ്റെ അടുത്ത് പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഇടനിലക്കാരില്ലാതെ കറക്റ്റ് നമ്മൾ പാരൻസിനെ കണ്ടിട്ട് ഒരു പപ്പിയെ സെലക്ട് ചെയ്ത് വാങ്ങണമായിരിക്കും നല്ലത്. പിന്നെ കറക്റ്റായിട്ടുള്ള ആ പപ്പീനെ വളർത്താനുള്ള രീതികളെല്ലാം ആ ബ്രീഡറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ഡോഗിനെ വളർത്തുന്നത്. അപ്പം അവരെ ഡോഗിന് എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ആ രീതിയിലേക്കുള്ള മെഡിസിനും കാര്യങ്ങളും ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു തരും. അത് അങ്ങനെ ചൂസ് ചെയ്യണമായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ.